പ്രേക്ഷകരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത സംരക്ഷണ പരിപാടിയുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഭാഗത്തിലെ 4ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ജനാധിപത്യ അക്രമം നിലവിൽ വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാധാരണ ജനങ്ങൾ ഒരു ജനാധിപത്യത്തിന് മനസ്സുകൊണ്ട് സജ്ജരായിരുന്നില്ല എന്നുള്ളതാണ്. അക്കാലം വരെ ഏതെങ്കിലും ജന്മിയുടെ കുടിയാന്മാരായിട്ടോ അല്ലെങ്കിൽ കാര്യസ്ഥനായിട്ടോ അങ്ങനെ ഒരു നാടുവാഴിത്തത്തിൻ്റെയും രാജഭരണത്തിൻ്റെയും ഒക്കെ കീഴിൽ കഴിഞ്ഞ ജനത, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് പൗരാവകാശമുണ്ട്, മൗലികാവകാശമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കടങ്കഥയായിട്ട് അവർക്ക് അവശേഷിക്കുകയാണ്. ഭരണഘടനയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയവർ വളരെ കുറവാണ്. വായിച്ച് മനസ്സിലാക്കിയവർ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലും വിമുഖത കാണിച്ചു. കാരണം അറിവെന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്, കിട്ടേണ്ടതാണെന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ കാട്ടിലുണ്ടായിരുന്നില്ല. അറിവുള്ളവർ അറിവ് പകർന്നു കൊടുക്കുന്നതിൽ വിമുഖത കാണിച്ചു എന്നുള്ള ഒരു സാഹചര്യം ഒന്നുണ്ടായി. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ നമുക്കൊരു സർക്കസ് കൂടാരത്തോടെ ഓവിക്കാം. 4 കാര്യങ്ങളിൽ നമ്മൾ പറയും, 4 പില്ലറുകളിലുള്ളതാണ് നമ്മുടെ ജനാധിപത്യം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പിന്നെ പ്രസ്, മാധ്യമം. ഇത് 4ഉം കൂടെയാണ് നമ്മുടെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുക. നമ്മുടെ ഭരണഘടനയ്ക്ക് നമുക്ക് വ്യത്യസ്തങ്ങളായ 3 വിഭാഗങ്ങളാണുള്ളത്. ജനാധിപത്യം നമ്മളൊരു കേന്ദ്രബിന്ദുവായിട്ട് സങ്കല്പിച്ചാൽ ആ ബിന്ദുവിൽ നിന്ന് 120 ഡിഗ്രി കണക്കാക്കിയുള്ള 3 ഖണ്ഡങ്ങൾ. ഒന്ന് നിയമനിർമ്മാണ സമിതി, ലെജിസ്ലേച്ചർ, അതായത് പിന്നെ അസംബ്ലിയും പാർലമെൻറ്റും ഒക്കെ ചേർന്ന നിയമനിർമ്മാണ സഭ. അങ്ങനെ നിർമ്മിക്കുന്ന നിയമം ആക്റ്റായി അത് നടപ്പിലാക്കാനുള്ള എക്സിക്യൂട്ടീവ്. ഈ പാസ്സാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തലത്തിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട്, പിന്നെ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണോ അതൊക്കെ നടക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള ജുഡീഷ്യറി. ഈ 3 പിന്നെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ടായത്, ജനപ്രതിനിധികൾ പോലും കാര്യമായ വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിച്ച് അവർക്ക് പണം കൊടുത്തോ ഒക്കെ ഇലക്ഷനിൽ നിൽക്കുകയും വിജയിക്കുകയും അങ്ങനെ നിയമനിർമ്മാണ സഭയിലെത്തുകയും ചെയ്ത ആൾക്കാരായിരുന്നു അന്ന് ധാരാളം. ഇന്നും അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവർ നിയമം നിർമ്മിക്കുക എന്ന് പറയുന്നത് കൂടുതലും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ആ ഡ്രാഫ്റ്റൊക്കെ തയ്യാറാക്കുക. അത് മനസ്സിലാക്കുന്നവർ കുറവാണ്, മനസ്സിലാക്കിയാൽ തന്നെ ചർച്ച ചെയ്യുന്നവർ കുറവാണ്. കാരണം അടുത്ത സമയത്ത് അധികാരത്തിലേക്ക് എത്താനുള്ള പിന്നെ തന്ത്രങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്ത് വോട്ട് കിട്ടുക, വോട്ട് സമ്പാദിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ജനപ്രതിനിധികൾ പോകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ, അന്ന് നല്ല വിദ്യാഭ്യാസമുള്ള നമ്മുടെ സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, നല്ല വക്കീലന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് കൂടുതലും ഈ ബില്ലുകളൊക്കെ തയ്യാറാക്കുക. ബില്ലുകളിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ വളരെ കുറവാണ്. നമ്മൾ പിന്നെ കുറേ കാലം മുമ്പത്തെ നിയമസഭാ നടപടികൾ അന്നത്തെ നമുക്ക് സംഭാഷണം ചെയ്തിരുന്നില്ല. വളരെ അപൂർവമായിട്ട് ബില്ലുകളൊക്കെ പഠിച്ചു വരുന്നവർ ഒരു ഡസനിൽ താഴെ എന്ന് വേണം നമുക്ക് പറയാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ വളരെ കുറവായിരുന്നു. പഠിച്ച് വളരെ പ്രഗത്ഭരായ ആൾക്കാരുണ്ടായിരുന്നു. ഓരോ ബില്ലും വളരെ കൂലങ്കഷമായിട്ട് പഠിച്ചിട്ട് അത് ജനങ്ങൾക്ക് ഏത് വിധത്തിൽ അവർക്ക് പ്രയോജനപ്പെടും, അത് നാടിനെങ്ങനെ പ്രയോജനപ്പെടും, അത് എല്ലാവർക്കും അവരുടെ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനമില്ലാതെ ഉണ്ടാകാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ളതിനെക്കുറിച്ച് പഠിച്ചവർ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ അധികം അറിവ് കുറഞ്ഞവർ നിയമസഭാ സാമാജികരായിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റിലും അത് തന്നെ, പ്രത്യേകിച്ചും വടക്കേണ്ടിയിൽ നിന്നുള്ളവർക്കൊക്കെ അവർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നവരാണ്, പലപ്പോഴും എഴുതാൻ പോലും കഴിയാത്തവരുണ്ട്. അപ്പോൾ അവരും പാർലമെൻറ്റിലേക്ക് വരികയാണ്. ജനങ്ങൾക്ക് പിന്നെ അവർ നമുക്കൊരു ഇലക്ഷൻ നിൽക്കുന്നു, അവർ നമ്മുടെ നാട്ടിലെ ഒരു നേതാവാണ്. പലപ്പോഴും ഗുണ്ടകളായിരിക്കും. വടക്കേണ്ടിയിലുള്ള പല പിന്നെ ഗുണ്ടാത്തലവന്മാരും നിയമനിഷേധികളും പല കുറ്റകൃത്യങ്ങളിലുമൊക്കെ പെട്ടിട്ടുള്ളവരൊക്കെ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുണ്ട്, അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിന് വലിയൊരു ക്ഷീണം സംഭവിച്ചു. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആ സമ്പ്രദായത്തിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് വലിയൊരു പരിചയമൊന്നും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് അനുഭവങ്ങളൊന്നും നമുക്ക് ഇങ്ങോട്ട് പകർന്നു തരാൻ കഴിഞ്ഞില്ല. അതായത് നിയമനിർമ്മാണത്തിലായാലും എക്സിക്യൂട്ടീവിലായാലും ആ രംഗങ്ങളിൽ വലിയ പരിചയക്കുറവുണ്ടായിരുന്നു. അന്നത്തെ പറഞ്ഞാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിന് പോലും ഈ രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ള അറിയില്ല. കാരണം അദ്ദേഹം ഭരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പുരോഗമനമായ ആശയങ്ങളുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുവെങ്കിലും രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ രാജ്യതന്ത്രജ്ഞത ഒക്കെ എന്ന് പറയുന്നത് അത് അനുഭവപരിചയക്കുറവ്. അതിൽ അന്നത്തെ മിക്കവാറും പേർക്കൊക്കെ അന്നത്തെ നേതാക്കന്മാരെല്ലാം ബാധിച്ച് വലിയ പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് എന്നാൽ ജുഡീഷ്യറിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇൻഹെറിറ്റൻസ് പോലെ, അതായത് ബ്രിട്ടീഷ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അന്നുണ്ടായിരുന്ന ആ രീതിയിൽ അന്നത്തെ പിന്നെ സുപ്രീം കോടതി അല്ലെങ്കിൽ അന്നത്തെ ജഡ്ജിമാരും അതിനൊക്കെ ആ കോടതികളിലൊക്കെ ഉള്ള പരിചയവും വെച്ചുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ സുഗമമായ രീതിയിലേക്ക് ഈ ജുഡീഷ്യൽ സമ്പ്രദായത്തിലുള്ളവർക്ക് കടന്നുകൂടാൻ സാധിച്ചു. അപ്പം നമ്മുടെ
ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നമുക്ക് ഒരു സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ച് പ്രത്യേകമായ ഒരു വകുപ്പൊന്നും നമ്മുടെ ഭരണഘടനയിൽ പെടുത്തിയിരുന്നില്ല. അപ്പോഴന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും പ്രഗത്ഭരായ നിയമജ്ഞർ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ ജഡ്ജിമാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ തുടർന്നു, അല്ലെങ്കിൽ അവർക്കൊക്കെ ആ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു മേൽക്കോയ്മ കിട്ടിയെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എക്സിക്യൂട്ടീവിൻ്റെയും നമ്മുടെ ലെജിസ്ലേച്ചറിൻ്റെയും മേൽ അവർക്ക് ഒരു മേൽക്കോയ്മ സ്വാഭാവികമായിട്ടുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ പ്രസിഡന്റ് ഇഷ്യൂ ചെയ്യുന്നൊരു വാറണ്ട്, ആ വാറണ്ടിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ വേണം നമ്മൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാൻ എന്നുള്ളതാണ് അതിനകത്ത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനല്ലാണ്ട് ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രതിനിധിയാണ്. അതായത് നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ഉന്നതനായ വ്യക്തി, രാജ്യത്തെ പ്രഥമ പൗരൻ അഥവാ എക്സിക്യൂട്ടീവ് ഹെഡ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും നമ്മുടെ ഇന്ത്യ രാജ്യത്തെ യൂണിയൻ ഗവൺമെൻറ് ഏത് സംവിധാനത്തിലും ഉദ്യോഗസ്ഥ നിയമനങ്ങളൊക്കെ പ്രസിഡൻ്റാണ് അവരെ നിയമിക്കുന്ന ആളെ സങ്കല്പം. അത് സംസ്ഥാനത്താണെങ്കിൽ അത് ഗവർണറാണ്. അങ്ങനെ വളരെ ഒരു ഉന്നതമായ സ്ഥാനമാണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാഷ്ട്രപതി നിയമിക്കുന്ന ഗവർണർമാർക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പ്രശ്നം വന്നത് ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് സ്വന്തമാണ്. അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല, അവരെ സ്വാധീനിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു തലം സാധാരണ ജനങ്ങളുടെ സ്വാധീനമൊന്നുമില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമില്ലാതെ മറ്റ് ഇടപെടലുകളൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് നീതി നിർവഹണം നടത്താനായിട്ട് ഉള്ള സൗകര്യങ്ങൾ അവർക്ക് വേണം എന്നുള്ളത് ഒരു അലിഖിത നിയമമായിരുന്നു. അത് നമ്മുടെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സ്ഥിതി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഒരു ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പൊതുജനങ്ങൾക്കെല്ലാം രാജ്യത്ത് ആകമാനമുണ്ട്, സർവീസ് മേഖലയിലുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് പൊതുവെ ശമ്പളം കുറവാണ്. അപ്പോൾ അവർക്ക് ഈ കൈക്കൂലിയോ അല്ലെങ്കിൽ പാരിതോഷികങ്ങളോ സ്വീകരിക്കുന്ന ഒരു രീതി അന്ന് വ്യാപകമായി. ഒരു സർക്കാരിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ശമ്പളമാണ്. എൻ്റെ ഓർമ്മയിൽ 1960-65 എന്ന് പറഞ്ഞാൽ 100 രൂപ താഴെയാണ് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം. അധ്യാപകരുടെ ശമ്പളം അതുപോലെയാണ്, 60 രൂപ. അതിലും താഴെ ശമ്പളമുള്ള എൻ്റെ അമ്മയുടെ അച്ഛനൊരു അധ്യാപകനാണ്, അദ്ദേഹത്തിൻ്റെ ശമ്പളം 35 രൂപയായിരുന്നു. ഒരു മാസം 35 രൂപ ശമ്പളവും. 35 രൂപ എന്ന് പറഞ്ഞാൽ വിലയുണ്ടെങ്കിൽ പോലും ഒരു കുടുംബം കഴിയാനായിട്ട് തികയുമായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യത്തിൽ ആൾക്കാർ സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷത്തിന് ഒരു 50 പൈസയോ അല്ലെങ്കിൽ 1 രൂപയോ, അന്നത്തെ 1 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഊണ് കിട്ടുന്ന പൈസ അന്നത്തെ ഒരു 150-200 രൂപ എന്ന് കൂട്ടിക്കും. അങ്ങനെയൊക്കെ ഒരു സന്തോഷത്തിന് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതെല്ലായിടത്തും ആ ഒരു രീതിയിൽ അതൊരു തെറ്റായിട്ട് കണക്ക്, കൈക്കൂലി എന്നുള്ളതല്ല, അതൊരു ചെറിയ ഒരു സന്തോഷം, പാരിതോഷികം പോലെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം അന്ന് നിലനിന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമൂഹത്തിലെ പ്രത്യേക അവസ്ഥയിൽ ദാരിദ്ര്യത്തെ മറികടക്കാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പണം അല്ലെങ്കിൽ പാരിതോഷികം സ്വീകരിക്കുക, അതെല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ ചെയ്തു. അപ്പോൾ അത് പിന്നീട് അത് അവർക്കൊരു അവകാശം പോലെ ആയി മാറുകയുണ്ടായി. ആദ്യം ഒരു സന്തോഷത്തോടെ ആളുകൾ ചില പൈസ കൊടുത്തു, പിന്നെ അത് അവർക്ക് കിട്ടിയാലേ അവർ എന്തെങ്കിലും ജോലി ചെയ്തു കൊടുക്കൂ എന്നുള്ള നിലയിൽ വന്നു. ഇങ്ങനെ സമൂഹത്തിൽ ആകെ ഒരഴിമതിയുടെ ഒരു നിഴൽ വീശാൻ തുടങ്ങി. അത് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കി. ഉദ്യോഗസ്ഥന്മാരുടെ നിയമനത്തിലായാലും സ്ഥലം മാറ്റത്തിലായാലും രാഷ്ട്രീയക്കാർ അതിൻ്റെ ഒരു പങ്ക് പറ്റിക്കൊണ്ട് അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അഴിമതി വ്യാപകമായി. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലേക്ക്, ഭരണ തലങ്ങളിലേക്ക് അഴിമതി ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട് വന്ന് അവിടെ സ്ഥിരതാമസമായി എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ശരി. അപ്പോൾ ഈ വളർച്ച വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ഈ പരമ്പരയിൽ നമ്മൾ ക്രമാനുഗതമായിട്ട് നമ്മുടെ സമൂഹം, നമ്മുടെ പൊതു ജീവിതം, നമ്മുടെ ഭരണക്രമം ഒക്കെ വളർന്നു വന്നതിനെക്കുറിച്ച് ഒരു ഏകദേശമായ രൂപമാണ് ഞാൻ തന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് 5ാം എപ്പിസോഡിലേക്ക് നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.